ഗുഡ് മോർണിംഗ് ഫ്രം ഡൽഹി. ഹലോ ഹലോ. നമ്മൾ ഈ സ്ട്രീറ്റിലാണ് നിന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ഹോട്ടൽസ്, റൂംസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഇച്ചിരി പുട്ടും കടലയും അപ്പവും മുട്ടക്കറി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. ഉപ്പുമാവ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാന്ദിനി ചൗക്ക് പോകണം. നോക്കാം. കേരള കോസ്റ്റൽ റെസ്റ്റോറൻറ്റ്, ന്യൂഡൽഹി അല്ലല്ലോ, ഡൽഹി. നമ്മൾ ഓരോ പുട്ടും ചിക്കൻ പുട്ടും എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായയാണടാ. എന്താ ഈ കാണുന്നത്? കുട്ടി ചായ കുടിക്കണോ? കുട്ടി ചായ കുടിക്കാത്ത കുട്ടിയായിരുന്നു. ഡൽഹിയിൽ വന്ന് ചായ വരെ കുടിച്ചു. അപ്പൊ ഇവിടെ നിൽക്കുന്നത് ഒരു മലയാളി ചേട്ടനാണ്. അപ്പൊ നമുക്ക് ചിക്കനൊക്കെ പുട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ. ചായ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കട്ടെ, കാരണം പെട്ടെന്ന് പുട്ട് തീരുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെ പുട്ടും കടലക്കറിയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നല്ലേ? നീ മിക്സ് ചെയ്തു, ഇതിന് മിക്സ് ചെയ്തു, ഫുള്ള് മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. ശരി കഴിച്ചിട്ട് പറയാം. നല്ല പൊളി സാധനം കേട്ടോ, രക്ഷയില്ലാത്ത സാധനം. കാന്താരി അതെ ആണ്ടേ നമ്മളെ നല്ല പച്ചമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം കേട്ടോ. നല്ല പൊളപ്പം കടലക്കറിയും നല്ല സൂപ്പർ ഫുഡും. ഞാൻ ഇവിടെ തണ്ണനെ ഇറങ്ങുന്നതിന് മുമ്പ് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സംഭവം. അപ്പോൾ ഇതാണ് കേട്ടോ സ്പോട്ട്. ഇതാണ് നമ്മുടെ ഈ കടയിലെ ചേട്ടൻ്റെ പേരെന്ത് വരുന്നു? സ്റ്റാലിൻ. ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള, എന്നാൽ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ചേട്ടനാണ്. നല്ല മലയാളമൊക്കെ അടിപൊളിയായിട്ട് അറിയാം. ഇവിടുത്തെ ഷെഫും വയനാട്ടിൽ നിന്നുള്ള ആളാണല്ലേ. പ്രോപ്പർ കേരള സ്റ്റൈല്, അതായത് നമ്മളെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും ഇട്ട ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം താങ്ക് യു ചേട്ടാ, നല്ല പൊളി ഫുഡായിരുന്നു. ഏതാണ്ട് എല്ലാ എണ്ണം വേണ്ട വടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടാ. ഈതെന്തോ ഇഷ്ടപ്പെട്ടത്? ആലോചിക്കട്ടെ, കൊച്ചാലോചിക്കട്ടെ. എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശരി. അപ്പം അതെ, ഡൽഹിയിൽ വന്നിട്ട് അപ്പം കേരള സ്റ്റൈൽ, പ്രോപ്പർ കേരള സ്റ്റൈൽ ഫുഡ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. എൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കൂടെ ഞാൻ കാണിച്ചതേ. അതെ, കേരള കോസ്റ്റൽ റെസ്റ്റോറൻറ്റ്. ലൊക്കേഷൻ ഓൾഡ് രാജേന്ദ്ര നഗർ. ഓക്കെ, അപ്പം ശരി. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. നമുക്കങ്ങനെ ടുക്കിൻ്റെ ഫ്രണ്ടിലിരുന്ന് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഡൽഹിയുടെ ട്രാഫിക് ക്യാമറ ചെരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഡൽഹിയിലെ ട്രാഫിക്കൊക്കെ നമുക്ക് കണ്ട് പോകാം. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഹലോ, എങ്ങനെയുണ്ട് സിറ്റി ട്രാഫിക്? വെരി ഗുഡ്. എങ്ങനെയുണ്ട്? 2 ബസ്സും കൂടെ ഒട്ടി ഗൈസ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ട്രാഫിക് ആയിരിക്കും. ഉടനെ എത്തുമായിരിക്കും. നമ്മളിവിടെ സ്ഥലത്തെത്തി. വേണ്ട റെഡ് ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ട്രീറ്റ് കേട്ടോ. നമ്മൾ റെഡ് ഫോർട്ടിൽ നിന്ന് കയറുന്നില്ല. നമ്മൾ ആൾറെഡി ആഗ്ര ഫോർട്ട് കവർ ചെയ്തതുകൊണ്ട് ഏകദേശം സിമിലർ ആയതുകൊണ്ടും പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് 3 മണിക്ക് മുമ്പ് അവിടെ റൂമിൽ ചെല്ലണം, അവിടെ നിന്ന് വണ്ടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമെങ്കിൽ നമ്മൾ ഇറങ്ങും, ഇല്ലെങ്കിൽ നഹി. ഓക്കെ, നമുക്ക് മുമ്പോട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോരോ വെറൈറ്റി സാധനങ്ങൾ കാണുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഫോണ് സൂക്ഷിച്ചോണം, കയ്യിൽ തന്നെ പിടിച്ചോണം കേട്ടോ. ഓക്കെ 7 Up. ഓക്കെ, നല്ല സൂപ്പർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പൈസയാണ് ഇല്ലാത്തത്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൊളിക്കായിരുന്നു. വേറെ എവിടെ നിന്ന് സാധനം മേടിക്കണമായിരുന്നല്ലേ? പഞ്ചാബിൽ നിന്നൊന്നും എങ്ങനെ സാധനം മേടിക്കണം, നേരെ ഇവിടെ വന്നാൽ മതിയായിരുന്നു. 20 രൂപയ്ക്കുള്ള ബാഗിലൊക്കെ മേടിച്ചത് ഇവിടെ 20 രൂപ. 10 മേടിക്കായിരുന്നു. ഓക്കെ, എന്തായാലും നടന്നു നോക്കാം ഒന്നും കൂടെ. ഈ സമയമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ഈസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഷൂ, ടീഷർട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പഴമ ഉള്ളൊരു ബിൽഡിംഗ് ആണൊക്കെ തോന്നുന്നില്ലേ? നമ്മുടെ
നമ്മുടെ സിഖുകാരുടെ സിമ്പൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നല്ലോ, ഏതെങ്കിലും ദാബയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. പക്ഷേ ഇത് ഇത് എന്തര സംഭവം കേട്ടോ, ഗുരുദ്വാരയാണ് കേട്ടോ അത്. നൈസ്, ഒരു ഗുരുദ്വാരയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് രണ്ടുപേർക്കും ക്ഷീണിച്ചു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഡബിൾ സ്ട്രോബെറി ബ്ലൂബെറിയും പിന്നെ വേറെന്തിനും കണ്ടയും മാങ്കോയും ബ്ലാക്ക് കറണ്ട്. പൊളി എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ അവിടെ നിന്ന് ഇലക്ട്രോണിക്സ് ലൈറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു വേറൊരു സ്ഥലത്തോട്ട് വന്നാട്ടാ. അന്യായ കളക്ഷൻസ് ഉണ്ട്. ചുമ്മാ നിന്നതാ, വെറുതെ വിൻഡോ ഷോപ്പിംഗ് ഓൺലി. ഈ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് വാച്ചിൻ്റെ കളിയാട്ടോ. നമ്മുടെ റോളക്സ്, റാഡോ അങ്ങനെ എല്ലാ ഐറ്റങ്ങളുടെയും നല്ല സൂപ്പർ ഫസ്റ്റ് കോപ്പി ഐറ്റം കിട്ടും. പാത്തക് ഫിലിപ്പ് ഉണ്ട്, AP ഉണ്ട്. എന്തൊരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇരിക്കണമുണ്ട്. ഹ്യൂബ്ലോ ഇരിപ്പുണ്ട്, സീക്കോ ഇരിപ്പുണ്ട്, റോളക്സ് ഇരിപ്പുണ്ട്. എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിയും ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്യൂപ്ലിയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാശ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മേടിച്ചുകൊണ്ട് പോവാം. ഒരു 800-1000 രൂപ തൊട്ട് 12,000-15,000 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട്. ഞാനങ്ങനെ വളരെ ലക്ഷങ്ങൾ കൊടുത്ത് പാത്ത ഫിലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് 10,000 കൊടുത്ത് 10,000 അല്ല 1000 15,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. പാത്തക് ഫിലിപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വരുന്ന മെഷീൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. 6,500 അടിപൊളി സാധനമുണ്ട്. പക്ഷേ എൻ്റെ അത്രയും പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഡ്യൂക്ലിയെന്ന് മേടിച്ചത് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങൾ ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ചാന്ദിനി ചൗക്കിനകത്താണ് കേട്ടോ സംഭവം. ഇവിടെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈതനും നമ്മുടെ ആദുവിനും ഓരോ പെൻസിൽ ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇതൊക്കെ എറേസറാണ് കേട്ടോ. എറേസർ സൂപ്പർ ചോക്കിൻ്റെ എറേസർ. അങ്ങനെ അതിൽ നിന്ന് 2 ഐറ്റം മേടിച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈഡ് പിടിച്ചു പോ. നമ്മളങ്ങനെ ചാന്ദിനി ചൗക്കിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആട്ടയിൽ പോവുകയാണ് കേട്ടോ. നമുക്ക് 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഏകദേശം 3:20 കഴിഞ്ഞ്. അവിടെ ചെല്ലാൻ നേരത്തെ ഹോട്ടലുകാരന്മാർ പണി തരുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്ന് കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമ്മൾ എടുത്തത് ഡ്രസ്സ്, ഇതിന് കുറച്ച് കളിപ്പാട്ടം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ്. പിന്നെ ഒരു കരോക്കെ ബോക്സ് കണക്കത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ. അത് ആദുവിന് പാട്ട് പഠിക്കാനായിട്ട്. അത് ഇന്ന് വണ്ടിയിൽ പാട്ട് പാടിയില്ലെങ്കിൽ ആദുവിനെ എടുത്ത് വെളിയിടും കേട്ടല്ലേ. നീ പറഞ്ഞിട്ടാണ് മേടിച്ചത്. പാട്ട് പാടുമോ? അവള് പാടും, ഇല്ലെങ്കിൽ നമ്മൾ പാടിക്കും. എന്തായാലും അത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഹോട്ടലിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കേട്ടോ. വന്നിട്ട് വണ്ടിക്കകത്തോട്ട് സാധനം പറക്കി വയ്ക്കുക, എടുക്കുക, അത്രേ ഉള്ള പരിപാടി. അപ്പോൾ വണ്ടിയിൽ വെച്ച് കാണാം. ദില്ലി നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, മരങ്ങൾ കാരണം കാണാൻ വയ്യ. ഇത് ദില്ലി റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. ചാന്ദിനി ചൗക്കിന്റെ തിരക്കട്ട ഷോപ്പുകളിൽ നിന്ന് നമ്മൾ ഡൽഹിയുടെ തിരക്കട്ട റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടക്കാരൻ കൊണ്ടുവന്ന വഴിയിലുള്ള ട്രാഫിക് ആയിരുന്നു പോനെ. അതെ, ഇത് കുഴപ്പമില്ലാത്ത ട്രാഫിക്. ആൾക്കാരൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ തിന്നതും മെനങ്ങാന്ന് തിന്നതും എല്ലാം കുലുങ്ങി മുകളിൽ വന്ന്. അയ്യോ, പിന്നെ ഇല്ല പറയുന്ന കണക്ക് ഞാനിപ്പോ ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അകത്ത് വലിയ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പം ഞാനിപ്പം അതെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ അത്ര ഇൻഡീസെന്റ് ആയിട്ടല്ല ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അതായത് അത്യാവശ്യം സ്പേസ് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ബാക്കിലുള്ളവരൊക്കെ പൂര തെറിവിളിയാണ്. ഞാൻ പിന്നെ കേട്ടില്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണടാ, എടുത്തോണ്ട് പോടാ, അങ്ങോട്ട് വളർത്തിടാ. മലയാളത്തിലങ്ങ് വിളിക്കും. ഇല്ലില്ല, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അവര് പറയുന്ന ഹിന്ദി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള മട്ടില് ജാലഗിരിയിലേക്ക് ഇരിക്കുകയാണ് കേട്ടാ. എന്നാലേ രക്ഷയുള്ളൂ. അപ്പം നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ എന്റെ ചേട്ടൻ മറ്റേ എന്തുവാ അന്യൻ സിനിമയിൽ അമ്പിയാണ്. അത്ര ഡീസന്റ് ഒന്നും അല്ല. എന്നാലും നമ്മള് മാക്സിമം ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ അല്ല, എല്ലാ കാര്യങ്ങളും റൂൾസ് നോക്കിയ വണ്ടി ഓടിക്കില്ല. അതൊന്നും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലൈനൊക്കെ ഇപ്പൊ ഞാൻ എവിടെ ഇരിക്കണെന്ന് അതെന്തുകൊണ്ടാ ബാക്കിയുള്ളവർ അതിന്റെ കീഴിൽ കൊണ്ടുവന്ന് നിങ്ങളെ കയറ്റി വെച്ച് ഇനി ഇവിടെ ഏത് ലൈന് പിടിക്കായി.
അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഫുഡ് കഴിക്കണ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് അവര് പറയുന്നത്. പോയി നോക്കാം. ഇല്ലെങ്കിൽ വെളിയിൽ നിന്നിട്ട് മെനു നോക്കി പോവുകയാണ്. അല്ലെങ്കിൽ വെളിയിൽ നിന്നിട്ട് പാഴ്സല് പറഞ്ഞ് നമുക്ക് മേടിച്ചോണ്ട് ചോറുണ്ടോന്ന് കണ്ടറിയാം. ചോറ് പഴകഞ്ഞിയായോ അതോ എന്തായാലും നോക്കാം. ചിലപ്പോ ഇവിടത്തേക്ക് ആഫ്റ്റർനൂൺ ടൈം എന്ന് പറയണത് ഇതായിരിക്കും. കാരണം നമ്മള് രാവിലെ പോയപ്പോ വലിയ തിരക്കില്ലായിരുന്നല്ലോ, മോർണിംഗ് ആയി വരുന്നതേ ഉള്ളായിരുന്നു. ആട്ടക്കാരും പറഞ്ഞു ഇവിടെയൊക്കെ 11 മണിയൊക്കെ ആവുന്നേരത്താണ് എല്ലാരും ഒന്ന് ഉണർന്ന് വരുന്നത്. അപ്പോഴേ ഒന്നും എല്ലാം സെറ്റ് ആവും. കാരണം നൈറ്റ് കണ്ടില്ലായിരുന്നോ നമ്മൾ വന്ന സമയം? അത് കഴിഞ്ഞിട്ടും ഭയങ്കര തിരക്കല്ലായിരുന്നു ആ സ്ട്രീറ്റ് ഫുള്ള്. ഫുഡ് വാങ്ങിക്കാൻ പോയെടുത്തും എല്ലാം നല്ല തിരക്കല്ലായിരുന്നു. ഒരു 12 മണി സമയത്തൊക്കെ. അപ്പം സമയമായി വരുന്നേ ഉള്ളു. നോക്കാം, കിട്ടിയാ കിട്ടി. ഹലോ ഹലോ കണ്ടാ ഡൽഹിയില് അങ്ങ് വെറും മറ്റേ ഫുള്ളങ്ങ് ജാമായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം അതെ ഇത്തിരി ഗ്രീനറിയും അത്യാവശ്യം ട്രാഫിക് കുറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ സിഗ്നൽ ആയതുകൊണ്ടാണ്. അതെ, ആരും പറഞ്ഞിട്ട് പിന്നെ കള്ളത്തരമാണെന്ന് കാണിച്ചു കൊടുക്കരുത്. അല്ലാണ്ട് ഈ ഒരു വന്നൊരു സ്ട്രീറ്റ് അത്യാവശ്യം ഒരു പോർഷ് സ്ട്രീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, എന്തായാലും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് 6.5 കിലോമീറ്റർ, പക്ഷെ 14 മിനിറ്റ് ട്രാഫിക് ഉണ്ടായത് കൊണ്ട് തന്നെ മേ ബി അത് കുറച്ചും കൂടെ സമയം എടുത്തേക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതേ നമ്മുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. കണ്ടേ അത്യാവശ്യം നല്ല ഗ്രീനറി ഉള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പാർക്ക് പോലെയും ഫൗണ്ടൻസ് വെച്ചിട്ടും ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടും ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടും അത്യാവശ്യം നല്ലോണം എന്താ പറയുന്ന ഒരു സിറ്റിയുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ലുക്കുണ്ട്. പിന്നെ കുറേ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ക്യാരക്ടറുണ്ട്. നമ്മളവിടെയൊക്കെ ഒരു സിറ്റി എന്ന് പറയുന്നത് എല്ലാം ഒരേ കണക്കത്തെ പെട്ടി 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 ബിൽഡിങ്ങുകളായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മിക്ക ബിൽഡിങ്ങുകൾക്കും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അതൊരു ഐഡന്റിറ്റി ഉണ്ട്, അതാണ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇപ്പം നടുക്ക് കണ്ട ഒരു ചെറിയൊരു അത്ര വലുതല്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ചെറുതായിട്ടൊരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളുണ്ട്. ഈ സൈഡിൽ മൊത്തം നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിജനമായ സ്ഥലം, ആരുടെയും ശല്യമില്ല. ഇത് ഡൽഹിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഡ്രൈവ് ചെയ്തതേ ഉള്ളൂ അല്ലേ? ആ കയോട്ടിക് ആയിട്ടുള്ള ഒരു ട്രാഫിക്കിൽ നിന്ന് 3 മിനിറ്റ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്. വീണ്ടും ഗാന്ധി സ്മൃതി. എന്താ ഭംഗി! ഒരു ചപ്പുണ്ടോ, ചവറുണ്ടോ? ഇതാണ് ഡൽഹി. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ഡൽഹി. ഡൽഹി സ്മൃതിയെ പോലെയാണ്. ചിലപ്പോ ഒരുങ്ങി വൃത്തിയായിട്ട് നിൽക്കും, ചിലപ്പോ നിൽക്കും. അതാണ് എന്റെ സ്വപ്നങ്ങളിലെ ഡൽഹി. ഇതാണ് കിട്ടി. ഫൈനലി അത് നല്ല അയല പൊരിച്ചതുണ്ട്, ചൂരക്കറിയുണ്ട്, മെഴുക്കുകറിയുണ്ട്, മെഴുക്കുകറിയുണ്ട്, കിച്ചടിയുണ്ട്, ചാറുണ്ട്, നല്ല കുത്തരി ചോറുണ്ട്, പൊടി. നമുക്ക് എന്തെങ്കിലും ഒഴിച്ച് കറിയും വെച്ചിട്ട് അങ്ങോട്ട് ചവിട്ടി കൂട്ടാം. നമ്മളുടെ സാമ്പാറും അടുത്ത കപ്പയാണ് വന്നേക്കുന്നത്. കപ്പ തുറന്നല്ല, വെറും കപ്പ, അല്ലാത്ത കപ്പ. ശരി, ഡൽഹി തന്നെയാണ്. ഡൽഹിയിലെ കേരള ഹോട്ടൽ. ചേച്ചി സ്ഥലത്തിന്റെ പേരെന്നാ? ദില്ലി ഹട്ട് INA എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ സംഭവം.
അപ്പം ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും. അപ്പം വിസിറ്റിന് വരുന്ന മലയാളികളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഫുള്ള് മലയാളി കടകളാണ്. അപ്പം ഇവിടെ ആവശ്യം പോലെ മലയാളി കടകളുണ്ട്. അതെ വേണ്ട, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. അതേ ശിവാനി ജ്വല്ലറി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അതിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള ഹോട്ടലെന്ന് കാണാം. അവിടെ മോളിലും സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ട്രീറ്റ്. അതെ അവിടെ അയ്യോ ജസ്റ്റ് മിസ്, ഒരു വിമാനാലയിൽ കൂടെ അങ്ങ് പോയി. അപ്പം ലൊക്കേഷൻ മറക്കണ്ട. കേരളത്തിൽ വല്ലപ്പോഴും വരുന്ന മലയാളികളാണെങ്കിൽ ഇവിടെ ഉണ്ട് കേരള ഫുഡ്. അത്യാവശ്യം ഊണും മീനും എല്ലാ പരിപാടിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ന്യൂഡൽഹിയുടെ പുറത്തിറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. മെട്രോയിൽ വന്ന് നേരിട്ട് ഇറങ്ങാം കേട്ടോ. മെട്രോയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തുന്നത് അതിൻ്റെ സൈഡിലാണ്. ഏക് മിനിറ്റ് ദില്ലി ഹാത്ത് INA എന്നുള്ള മെട്രോ സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങിയാൽ മതിയേ. നമ്മളങ്ങനെ ഡൽഹി വിടാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് വേണ്ടിയിട്ടല്ല വന്നതെങ്കിൽ പോലും അപ്പോൾ നമ്മൾ ശരിക്കും എന്തിനാണ് ഡൽഹി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാഴ്സൽ വന്നായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹി വന്നത്. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്, അമൽ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ ചേർന്നത്? പഞ്ചാബിലിട്ടോ, നാഗ്പൂറൊക്കെ റൂം എടുക്കാനും ഇതിനായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ബ്രോയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു പാഴ്സൽ അയച്ചത്. എന്തിനാ പാഴ്സൽ എന്നറിയണ്ടേ വാവേ? അതൊന്ന് ഏതെങ്കിലും ഒരെണ്ണം ചെറുതായിട്ടൊന്ന് എടുത്തൊന്ന് ഷോ ചെയ്താണ്. ഇതില് നിങ്ങള് കണ്ടിട്ടില്ലാത്ത വേറൊരു ഐറ്റം കാണിച്ചു. ഇത് ഫൂഫുഡ്സിന്റെ കല്ലുമ്മക്കായ പിക്കിൾസ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എത്തിയിട്ട് പിന്നെ നമ്മള് ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റം വന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ആ സാധനം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം നടന്ന് ഇനി നേരെ തിരിച്ച് നമ്മള് ഡൽഹിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് രാജസ്ഥാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. രാജസ്ഥാനിലെ മെയിൻ ഏരിയാസിലൊന്നും പോകുന്നില്ല. ജയ്പൂരിലും പിന്നെ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് രാജസ്ഥാനകത്താണെന്ന് തോന്നുന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്യണം. അത് മിക്കവാറും നാളെ എത്തും. ചിലപ്പം നാളെ എത്തും, ചിലപ്പോൾ മറ്റന്നാളായിരിക്കും. എന്തായാലും അതാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ബോംബെയിലും ഗുജറാത്തിലും ഒക്കെ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ തത്കാലം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ ഗോവ പിടിക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പം ബോംബെ ഒക്കെ ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഗോവ പിടിക്കാനും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി നമ്മൾ ഗോവ പിടിക്കാനാണ് നമ്മുടെ ഗോവയിൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ സമയം കിട്ടും. അതെ, അതുകൊണ്ട് നമുക്ക് ഗോവയിൽ നിന്ന് സ്റ്റേ ചെയ്യാനുള്ള സമയം കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം. അതെ ആണാണ്. ഈദ പിണങ്ങി വേറെ സ്ഥലത്ത് പോവാ. ഈദ ചിലപ്പോ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാണ് അവര്. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തില്ല. അതെ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇന്ത്യ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വരും. ഇതൊരു റോഡ് ട്രിപ്പ് ആയിരുന്നു. ജസ്റ്റ് എല്ലാ സ്ഥലത്തൂടെ ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ട്രിപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ട് ആ ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടിയായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പം തുടർന്നുകൊണ്ടേയിരിക്കും, യാത്രകൾ തുടർന്നുകൊണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളോട് തന്നെ തെളിയിച്ചു സാധിക്കും. ശരിയാണ്. നീ അവിടെ കാണിച്ചു കൊടുക്കാതെ അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തിനു വിചാരിക്കും? ശരി, അതാ കൊന്ന കണ്ട. ഇവിടെ കുറച്ചു മുന്നേ ഏതോ ഒരു സ്ഥലത്ത് രാവിലെ നമ്മൾ എവിടെയോ പോവാ ഇതുപോലെ ഓട്ടോയിൽ ഇരുന്നപ്പം ആ ഒരു സ്ട്രീറ്റിന്റെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ഇപ്പോഴും കണ്ടോ, ഇവിടെ വീണ്ടും ഉണ്ട് ഇതേപോലെ കൊന്ന പൂത്ത് നിൽക്കുന്ന കണ്ട. അപ്പോഴേ ഇങ്ങനെ പിള്ളേര് ചോദിച്ചായിരുന്നു, ഇവിടെ ഇനിയാണോ എന്തോ വിഷു വരുന്നത്? നമ്മൾ അവിടെയൊക്കെ വിഷു കഴിഞ്ഞല്ലോ, ഇവിടെ ഇനിയാണോ വിഷു വരുന്നത്? ഇവിടെയൊക്കെ കൊന്നപ്പൂ പിടിച്ച് നിൽക്കുന്നത്. ഇവിടെ പക്ഷെ കുറെയൊക്കെ വേപ്പുമരമാണ് നട്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രയുടെ സെയിം അല്ലേ? ശരിക്കും ഈ സ്ട്രീറ്റ് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്കൊരു ആഗ്രയുടെ ആ
അല്ലേ ആ ഒരു ഫീൽ ആ ഒരു ഫീല് വരുന്നില്ലേ നമ്മൾ ആ ഒരു അത് ശരിയാ. ആ ലൈറ്റും മറ്റേ നാഷണൽ ഫ്ലാഗിന്റെ കളർ വരുന്ന രീതിക്കുള്ള ലൈറ്റും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും സ്റ്റേ നോക്കണം, റൂം എടുക്കണം. നല്ല ക്ഷീണമുണ്ട്, നേരത്തെ കിടന്നു. സമയം 6:40 നമുക്ക് 8 മണിക്ക് മുമ്പ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് ഒന്ന് സ്റ്റേ ഒപ്പിക്കാനുള്ള പരിപാടി. നമ്മൾ ഡൽഹിയുടെ ഔട്ടറിൽ ഇറങ്ങിയിട്ട് ഒരു റൂം എടുത്തു കേട്ടോ. ചെറിയൊരു റൂമാണ്, മതി. ഇന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളൊരൊറ്റ ഇതൊരു ഉദ്ദേശമല്ലേ ഉള്ളത്. അവിടെ ഒരു സ്പ്ലിറ്റ് AC ഒക്കെ ഇരിപ്പുണ്ട്. ബാത്റൂം തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. മാടം ഇവിടെ കിടന്ന് പരിപ്പോട തിന്നുന്നു, മക്കൾ ഇവിടെ ഇരുന്ന് പഴംപൊരി തിന്നുന്നു. ഇന്ന് ഉച്ചയ്ക്ക് കയറിയ ഗുണ്ടുണ്ട്. അതാണ് നമ്മൾ ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു കേരള ഹോട്ടലിൽ കയറിയില്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വീഡിയോ എല്ലാം കൂടെ കോപ്പി ചെയ്ത് ഇത് ചെയ്യാൻ പോകണം, എന്താ എഡിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നാളെ വീഡിയോ വരും. അപ്പം നാളെ ഇവിടെ നിന്ന് രാജസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു സ്ഥലത്ത് നിർത്തി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ പകർത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാം നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൻ പഴംപൊരി തള്ളി തറയിട്ടു കൊണ്ട് കളയടാ, ഊതിയിട്ട് കൊണ്ട് കളയും. ശരി എന്നാ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.